ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആയുഷനാണ്. എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ നേരുന്നു. എല്ലായിടത്തും പടക്കം പൊട്ടുകയാണ്. പടക്കം പൊട്ടുന്നൊരു രാത്രിയാണെന്ന് എല്ലാവർക്കും എന്തെന്ന് പറയും, പയ്യന്മാർക്കെല്ലാം ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും പടക്കം പൊട്ടിച്ച്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ദീപാവലി ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ തറച്ചക്രം അതുപോലുള്ള വർണ്ണ പമ്പരങ്ങൾക്കെല്ലാം ഏകദേശം വെടിയുണ്ട്. ഞാൻ ഇന്ന് വെച്ച 2 തറച്ചക്രത്തിന് എന്തെന്ന് പറയും കറങ്ങി തീർന്നതിന് ശേഷം പൊട്ടി തെറിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഭാഗത്തു നിന്നൊക്കെ ഞാൻ വാങ്ങിയതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇഷ്ടംപോലെ ക്യാഷ് എന്തെന്ന് പറയും ഈ പടക്കമൊക്കെ വാങ്ങി നമ്മൾ ദീപാവലിക്ക് വേണ്ടി അടിച്ച് പൊളിച്ച് കളയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടം തന്നെയാണ്. ക്യാഷ് ഉള്ളവർക്ക് നമ്മുടെ ക്യാഷ് എന്ത് വേണോ ചെയ്യാം. പക്ഷേ എനിക്ക് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങൾ. നമ്മളെന്തെന്ന് പറയും, ഈ ഇഷ്ടംപോലെ ക്യാഷ് ഇങ്ങനെ ദീപാവലിക്ക് വേണ്ടി പടക്കം പൊട്ടിച്ച് കളയുന്ന സമയത്ത് അതിൽ നിന്നൊരു കുറച്ചൊരു ഭാഗം എന്ത് പറയും പടക്കമൊന്നും വാങ്ങാനൊന്നും എന്ത് പറയും നിവർത്തിയില്ലാത്ത കുറച്ച് കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ അതൊരു നല്ലൊരു പുണ്യപ്രവൃത്തിയായിരിക്കും. അത് എന്ന് പറയും കൂടുതൽ ആളുകൾ ഇങ്ങനെ തിങ്ങി പാർക്കുന്ന കോളനി പോലുള്ള പ്രദേശങ്ങളിൽ അവിടുത്തെ കുട്ടികൾക്ക് അവർ എന്താ പറയുക ഒരു പെട്ടി ഒരു ചെറിയ പെട്ടി പടക്കമോ പൂത്തിരിയോ മത്താപ്പോ കമ്പിത്തിരിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കണ്ണിൽ പൂത്തിരി വിരിയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതായത് എന്താ പറയുക അവരുടെ മുന്നിൽ നമ്മളൊരു എന്താ പറയുക ഒരു ദൈവത്തിന് തുല്യമായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അതൊരു പുണ്യ പ്രവൃത്തിയാണ്. അതായത് നമുക്ക് ക്യാഷുണ്ട്. അപ്പോൾ എന്താ പറയാം, അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ചെയ്ത് കഴിയുന്നത് ഞാനങ്ങനെ എന്താ പറയുക ഞാൻ ചെയ്യാറുണ്ട്. അവരോടൊപ്പം എന്താ പറയുക ദീപാവലി ആഘോഷിക്കാറുമുണ്ട്. എനിക്കിനി എന്തോന്ന് കുറച്ചുകൂടി ക്യാഷൊക്കെ വരട്ടെ, നമുക്ക് കൂടുതൽ അങ്ങനെ ചെയ്യാം എന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് പറയുന്നത് എന്താ പറയാം നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ളവർക്ക് നമുക്ക് എന്തെന്ന് പറയാം ജോലിയൊക്കെ ഉള്ളവരാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പുണ്യപ്രവൃത്തിയായിരിക്കും. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്താ പറയാം ഞാൻ അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ പറയാത്തുമില്ല. രഹസ്യമായി നമ്മൾ അവരോടൊപ്പം വന്നത് ആഘോഷിക്കും. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എല്ലാവരും ഭംഗിയായിട്ട് ദീപാവലി ആഘോഷിക്കുക. എന്താ പറയുക നല്ല എന്താ പറയുക പടക്കം ഇതെല്ലാം പൊട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഇപ്പം അങ്ങനെ പറയാം തറച്ചക്രം അതുപോലുള്ള പൂക്കുറ്റി അതൊന്നും കയ്യിലൊന്നും വെച്ച് പൊട്ടിക്കാതിരിക്കുക, അതൊക്കെ ചെയ്യുക. അപ്പോൾ ഈ വേളയിൽ ഞാൻ പറയുകയാണ്. അപ്പം നല്ലൊരു ദീപാവലിയുടെ രാത്രിയാണ്. ഞാൻ കുറച്ച് പടക്കവും കുറച്ച് കാര്യങ്ങളെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഈ രാത്രി. എന്താ പറയാം, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നല്ല മഴയുമുണ്ട്. ഏകദേശം നാളെയാണ് ദീപാവലി. നാളെ എല്ലാവരും മധുരമൊക്കെ കഴിച്ച് ദീപാവലി ആഘോഷിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ദീപാവലി ദിന ആശംസകൾ നേരുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്. ഐ ആം ഐശ്വര്യൻ. താങ്ക് യു.